ാകട്ടെ ചിറ്റാസിന്റെ മർത്തോമ യുവജന സഖ്യത്തിന്റെ യുവജന ഭാരത്തോടനുബന്ധിച്ച വേദമരണ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യുവജന ഭാരത്തോടനുബന്ധിച്ച അല്പനേരത്തെ ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ ഒരു യുവാവ് യേശുവിന്റെ അടുക്കൽ വന്ന് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. അതിന് കർത്താവായ യേശു ക്രിസ്തു മോശയിലൂടെ നൽകിയ കൽപ്പനകളാണ് പറയപ്പെടുന്നത്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് ആ യുവാവ് ഇവയെല്ലാം ഞാൻ ചെറുപ്പം മുതലേ ചെയ്തു പോരുന്നു എന്ന് മറുപടി നൽകുന്നു. അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തു അവന്റെ അടുത്ത് പറയുന്നു, എങ്കിൽ നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പന്നനായതുകൊണ്ട് അവൻ അതിൽ വളരെ ദുഃഖിച്ച് അവിടെ നിന്ന് കടന്നുപോയി. നാം ഇന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് 3 വിഷയങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. 1, അറിഞ്ഞ കൽപ്പനയെ അനുഭവമാക്കേണ്ട യൗവനം. 2, ക്രിസ്തുവിന്റെ കണ്ണിൽ നിന്ന് കുറവ് ആരായുക. 3, അർത്ഥം പകരുന്ന കൂടിക്കാഴ്ചകൾ. ഒന്നാമതായി, അറിഞ്ഞ കൽപ്പനയെ അനുഭവമാക്കേണ്ട യൗവനം. ഈ ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കൽ വന്ന് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. അതിന് കർത്താവായ യേശു ക്രിസ്തു മോശയിലൂടെ നൽകിയ കൽപ്പനകളാണ് ഇവിടെ പരാമർശിക്കുന്നത്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് ചോദിക്കുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അറിഞ്ഞുവോ എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് നീ അറിയുന്നത് എന്നാണ് പറയുന്നത്. അവൻ യഹൂദനാണ്, അവൻ കൽപ്പനകളെല്ലാം അറിയുന്നവനാണ്, അവൻ കൽപ്പനകളെല്ലാം പാലിക്കുന്നവനാണ്. വീണ്ടും നമുക്ക് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ സാധിക്കും. ന്യായം, കരുണ, വിശ്വസ്തത അങ്ങനെ ഘനമേറിയത് ത്യജിച്ചു കളയുന്നു. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോടും പരീശന്മാരോടും ശാസ്ത്രിമാരോടുമാണ് ഇപ്രകാരം പറയുന്നത്. ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയത് ത്യജിച്ചു കളയുന്നു. നാമും ജീവിതത്തിൽ പലപ്പോഴും ഘനമേറിയത് ത്യജിച്ചു കളയുന്നവരാണ്. നാം ദീർഘമായി പ്രാർത്ഥിക്കുന്നവരാകാം, ക്രമമായി പള്ളിയിൽ പോകുന്നവരാകാം, വേദപുസ്തകത്തിൽ അപാര പാണ്ഡിത്യമുള്ളവരാകാം. എന്നാലും മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വാക്യം നമുക്ക് ശ്രദ്ധയിൽപ്പെടും. എന്റെ ഈ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരുവന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കും ചെയ്തിരിക്കുന്നു. മറ്റുള്ളവരുടെ വേദന കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പകർന്നു നിന്ന ആ വലിയ സ്നേഹം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം അറിഞ്ഞ സത്യങ്ങളെ അനുഭവമാക്കേണ്ടവരാണ്. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ കണ്ണിലേക്ക് നോക്കി കുറവ് ആരായുക. ഈ ധനികനായ യുവാവ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. യഹൂദന്മാരുടെ ഇടയിൽ ഒരു നിയമമുണ്ട്, കുർബാൻ നിയമം എന്ന് പറയപ്പെടും. അതായത് തന്റെ സ്വത്തുക്കൾ എല്ലാം ഒരു ട്രസ്റ്റിനുള്ളിൽ നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാത്രം സഹായിക്കുന്ന ഒരു പതിവ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ആവശ്യപ്പെടുന്ന അതിനപ്പുറം ഇതര സമൂഹങ്ങൾക്കും നൽകണം എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കേവലം യഹൂദ സമൂഹത്തെ മാത്രമല്ലായിരുന്നു കണ്ടത്, മറിച്ച് വേദന അനുഭവിക്കുന്ന ഓരോരുത്തരെയും ആയിരുന്നു. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അവർ തന്റെ സ്വന്തം കണ്ണാൽ കൊൽക്കട്ടയിലെ ദരിദ്രരെയും വേദന അനുഭവിക്കുന്നവരെയും കണ്ടപ്പോൾ അത് കേവലം ഒരു കാരുണ്യ ബോധം മാത്രമായിരുന്നു. മറിച്ച് അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കണ്ണിലൂടെ അത് കണ്ടപ്പോൾ അത് കേവലം അവരുടെ ദൗത്യമായി മാറുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കണ്ണുകൾക്കപ്പുറം ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ കാണുവാനും പ്രവർത്തിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമുക്കേവർക്കും സാധിക്കണം. മൂന്നാമതായി നാം ചിന്തിക്കുന്ന അർത്ഥവത്തായ കൂടിക്കാഴ്ചകൾ. നമ്മുടെ ജീവിതത്തിലെ ഓരോ കൂടിക്കാഴ്ചകളും എന്നും അർത്ഥവത്തായ ഒന്നായി മാറുവാൻ ഇടയാകണം. ഇവിടെ ഈ ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കിലേക്ക് വന്നത് നിത്യജീവൻ എന്ന അർത്ഥവത്തായ ആവശ്യവുമായാണ്. നമ്മുടെ ജീവിതത്തിലും എല്ലാ കൂടിക്കാഴ്ചകളും അർത്ഥവത്തായ ഒന്നായി മാറുന്നുണ്ടോ? നമ്മുടെ സഖ്യം കൂട്ടായ്മകൾ, നമ്മുടെ എക്യൂമിനിക്കൽ കൂട്ടായ്മകൾ, നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങൾ എല്ലാം ഒരു അർത്ഥവത്തായ കൂട്ടായ്മകൾ ആയി മാറുന്നുണ്ടോ എന്ന് നമ്മൾ എന്ന് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണ് ശൗലിനെ
പൗലോസ് എന്ന വ്യക്തിയിലേക്കുള്ള പരിവർത്തനത്തിന് ഇടയാക്കിയതും ക്രിസ്തീയ സഭയുടെയും ചരിത്രത്തിന്റെയും ഏറ്റവും വലിയ പ്രചാരകനായി മാറ്റിയതും. ഇവിടെ ഈ ധനികനായ യുവാവിനെ പോലെ ഒരു മടങ്ങിപ്പോക്കല്ല, മറിച്ച് അറിഞ്ഞ സത്യങ്ങളെ അനുഭവമാക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. നാം ഇന്നിവിടെ ചിന്തിച്ചത് 3 വിഷയങ്ങളെ പറ്റിയാണ്. 1, അറിഞ്ഞ കൽപ്പനയെ അനുഭവമാക്കേണ്ട യവനം. 2, ക്രിസ്തുവിന്റെ കണ്ണിലേക്ക് നോക്കി കുറവ് ആരായുക. 3, അർത്ഥം പകരുന്ന കൂടിക്കാഴ്ചകൾ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ സഖ്യം പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും ഇത് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.